ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിടും ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊരു സൺഡേയിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ ഒരു എടുക്കുന്നൊരു വീഡിയോ ആണ്. വല്ല സ്പെഷ്യൽ സൺഡേ ഒന്നല്ല, ഒരു നോർമൽ ഡേ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പം ഈ സൺഡേയിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ എണീക്കുന്നൊരു ദിവസമാണ് ഈ സൺഡേ. ബാക്കിയുള്ള ദിവസങ്ങൾ ഇപ്പോൾ ക്ലാസ് ഉള്ളപ്പോൾ 9 മണിക്കാണ് ക്ലാസ്സെങ്കിലും ഞാനൊരു 8:45 8:30 ആ ഒരു ടൈമിലാണ് ഏറിപ്പോയാലും ഞാൻ എണീക്കുക. പക്ഷേ സൺഡേ ഞാൻ 7:45 7:30 6 മണി 6:30 ഈ ഒരു ടൈമിൽ ഞാൻ എണീക്കും. അത് ചെറുപ്പം മുതലേ അങ്ങനെയുള്ളതാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. കുറേ കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചൊക്കെയായിരിക്കും കിടക്കുക, പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ നേരത്തെ എണീച്ചു. അപ്പം ആ ഒരു സൺഡേ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണിത്. അപ്പം ഞാൻ നേരത്തെ എണീച്ചതിൻ്റെ ചെറിയൊരു ദേഷ്യത്തിലും ഒരു ചടപ്പിലൊക്കെയാണ് ഞാനിപ്പോൾ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം സൺഡേ ഞാൻ നേരത്തെ എണീക്കുന്നത്. എനിക്ക് കൂടെ ഒരു ഹോപ്പ് എനിക്ക് എവിടെയോ ഉണ്ടാവും, ഒന്ന് കിടന്ന് ഉറങ്ങുമോ എന്നുള്ളൊരു സാധനം. അപ്പം എന്താ പറയുക, രാവിലെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ച്, ഇത് നമ്മൾ ബാൽക്കണിയാണ്. ബാൽക്കണി നോക്കിയാൽ നല്ല രസമാണ് മോർണിംഗ് ഒക്കെ കാണാൻ. ഇപ്പം മഞ്ഞൊക്കെ ഉള്ള ദിവസങ്ങളിൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഞാനത് കാണാറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു രാവിലെ തന്നെ കുറച്ച് സൺലൈറ്റ് കൊള്ളാമെന്ന് വിചാരിച്ച് ഞാൻ പോയി. അപ്പോൾ താഴേക്ക് ഇറങ്ങാൻ ആദ്യം മടി എനക്കുണ്ട്. അപ്പം ഞങ്ങളവിടെ ഒരു നടുമുറ്റം ഏരിയ ഉണ്ട്, അവിടെ പോയി നിന്നാൽ നല്ല സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടും. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ രാവിലെ എണീച്ചപ്പം ആരും എണീച്ചില്ല കേട്ടോ. കാര്യമായിട്ട് ഞാൻ മാത്രമേ എണീച്ചത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമാണ് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അവളെ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഹായ് ഒക്കെ തന്നു. അങ്ങനെ ഞങ്ങളൊക്കെ ചേർന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ പല്ലൊക്കെ തേക്കാൻ പോയി. പല്ല് തേച്ചു, മുഖമൊക്കെ കഴുകി. എന്തായാലും നേരത്തെ എണീച്ചതിനെ കൊണ്ട് പിന്നെ ഒന്നും പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ബാൽക്കണിയിലൊക്കെ പോയിട്ട് സാവധാനം പോയി പല്ലൊക്കെ തേച്ച്. അപ്പോൾ ഞങ്ങൾ സാധാരണ പല്ല് തേക്കുമ്പോൾ ബാൽക്കണിയിലൊക്കെ പോയിട്ട് കഥയൊക്കെ പറഞ്ഞ് ഫുൾ എന്താ പറയുക, ഭയങ്കര ജോളിയായിട്ട് ഞങ്ങൾ പല്ലൊക്കെ തേക്കാം. അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. അപ്പം ആരും എണീച്ചിട്ടില്ല. അപ്പോൾ കർട്ടനൊക്കെ മാറ്റി. രാവിലെ ഞങ്ങളെ റൂമിലേക്ക് നല്ല സൂര്യപ്രകാശം വരും. അപ്പം ജനലൊക്കെ തുറന്നിട്ട് ഞങ്ങളെ റൂമിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കും. അപ്പം നല്ല രസമാണ് മോർണിംഗിൽ. പിന്നെ അത് ഞാൻ കുഴിച്ചിട്ട കുഞ്ഞ് ചെടിയാണ്. അപ്പോൾ ഞങ്ങൾ PH കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് പോയ ടൈമിൽ ഞാൻ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത് സൂര്യപ്രകാശത്തിൻ്റെ ഭാഗത്തേക്ക് അതിങ്ങനെ പോവാം. അപ്പോൾ ഓരോ പ്രാവശ്യം തിരിച്ച് വെച്ചാലും അത് ആ ഭാഗത്തേക്ക് ചെരിഞ്ഞ് പോകും. അങ്ങനെ രാവിലെ എണീച്ച് എന്താ പറയുക, ഫുഡിൻ്റെ പരിപാടി നോക്കി. ഇപ്പോൾ രാവിലെ തന്നെ മുത്താറിയാണ് ഇപ്പോൾ രാവിലെ പതിവ്, ഇപ്പോൾ സ്ഥിരമായിട്ടും. പിന്നെ എന്താ പറയുക, ഇപ്പോൾ മുത്താറി പാലിലിട്ട് രാവിലെ തന്നെ കുറുക്കി വെക്കാൻ വിചാരിച്ച്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയതിനെ കൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റിനും സംഭവടിപൊളിയേനും. ഞാൻ ആദ്യം ഗ്ലാസ്സിലേക്ക് പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് മുത്താറിപ്പൊടി ഇട്ട് കലക്കാട്ടോ ചെയ്യാൽ. അപ്പോൾ ഒന്ന് തല തിരിഞ്ഞു പോയി. അപ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷനായി പോയി. പക്ഷേ സാരമില്ല, ഞാനത് മെയിൻറ്റെയിൻ ചെയ്തു, ഒരു കുഴപ്പമില്ലേനും. അപ്പോൾ ആദ്യം മുത്താറിപ്പൊടി ഇട്ട് പിന്നെ പാലിട്ട് പിന്നെ അങ്ങോട്ടാക്കി. പിന്നെ രണ്ടാക്കൂടിയായിട്ട് ഇപ്പോൾ 2 പാക്കറ്റ് പാലൊക്കെ ആയിട്ടും രണ്ടാക്കൂടിയായിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ സംഭവം നല്ല കുറുകി വന്നിട്ടുണ്ട്. അത് കുറച്ച് അടിയിലൊക്കെ പിടിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അടി പിടിക്കുക, കെറ്റിൽ അടി പിടിച്ചാൽ അത് പോക്കാനുള്ള ട്രിക്കാട്ടോ. അതേപോലെ തന്നെ വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാം. അപ്പോൾ ഒരു സാധനം അങ്ങ് പോയി കിട്ടും. അങ്ങനെ അതൊക്കെ എന്താ ചെയ്യാൻ, പിന്നെ ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു, അതും ഒന്ന് കുറുക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് ചോറിൻ്റെ പരിപാടിയിലേക്ക് പോയി. അപ്പം അരി എടുക്കാൻ പോയതാണ്. അപ്പം സൂര്യപ്രകാശം നേരെ കണ്ണിലേക്ക് അങ്ങ് കുത്തി. അപ്പോൾ കുറച്ച് അരിയൊന്നും ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്നും കൂടിയേ ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ, കുറച്ച് അരി ഉള്ളതിനും. അപ്പം അതും ഇട്ട് സാധാരണ ഒന്നര കാണും ഞങ്ങൾ ഇടല്, 3 ആൾക്കും കൂടി. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് എന്താ പറയുക, 1.25 തോന്നുന്നു. അപ്പം അതെടുത്ത്, അതാണെങ്കിൽ കുറച്ച് അരി ഉള്ളൂ. ആ അരി വിൽക്കാത്ത സ്ഥലങ്ങളില്ല. ആദ്യം ഞാൻ കവറിൻ്റെ ഗ്ലാസ്സിലേക്ക് ഇട്ടപ്പോൾ അവിടെ കുറേ അരി വീണ്, അത് പെറുക്കി. അത് കഴുകാൻ പോയ സമയത്ത് ആടെ കുറേ അരി വീണ്, അതും പെറുക്കി. പിന്നെ അത് അരി ഇടാൻ പോകുന്ന സമയത്ത് അവിടെയും കുറേ പെറുക്കി. ഇത് എവിടെ പോയാലും ഇതിങ്ങനെ വീണുകൊണ്ട് പോകുക. ആകെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ അരിയൊക്കെ ഇട്ട് എന്താ പറയുക തിളയ്ക്കാൻ വെച്ച്. അപ്പം വൈഷ്ണവി താഴേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ എന്തോ പറയുക, മോഡലിലേക്ക് കല്ല് പെറുക്കാൻ വേണ്ടി താഴേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ താഴെ പോയി. അപ്പോൾ അവിടെ എന്താ പറയുക, കുറച്ച് വെയിലൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വെറുതെ നടന്ന് പിന്നെ ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത്. ഞാൻ വെറുതെ ഷോ ഇറക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ ഓള് പാവം ഒറ്റയ്ക്ക് പെറുക്കുന്ന വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സഹായിച്ചു കൊടുത്തു. പാവല്ലേ. അങ്ങനെ റൂമിലേക്ക് എത്തി. എന്താ പറയുക, അരി ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ നേരത്തെ കുറുക്കി വെച്ച കുറുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. സാധാരണ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് അടി പിടിക്കലുണ്ട്, പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരലില്ല. അപ്പം ഇത് നോർമലായിട്ട് സെറ്റായിട്ടുണ്ടായി വേണ്ട, നല്ല വേവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക, സംഭവം സെറ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, കുറേ റീൽസ് കണ്ടിരുന്നു, കുറേ കഥ പറഞ്ഞിരുന്നു. അതിന് ചോറിങ്ങനെ വെന്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ചോറിൻ്റെ പരിപാടി സൈഡിൽ കൂടെ നോക്കുന്നുണ്ട്. പിന്നെ ഞായറാഴ്ചനെ കൊണ്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം അതിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ അരി വെന്ത് വന്ന് അരി ഊറ്റാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രമില്ലേ, അതിലാണ് ഞാൻ കയറ്റ 5-6 ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് അരി വെച്ചിട്ട് അത് ഊറ്റലാണ്. പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റുകയാണ് ചെയ്യാറ്. അങ്ങനെ അതിന് മേശയൊക്കെ വൃത്തിയാക്കി വെച്ച്
അപ്പോൾ അടുത്ത അവിടെ സോയാബീൻ്റെ പരിപാടി നോക്കുന്നുണ്ട്. പുള്ളിവാട്ടിയും സോയാബീൻ ഫ്രൈയും ആണ് ഇന്ന് ചോറിന് കൂട്ടാൻ. അപ്പം ബാക്കി എന്താ പറയുക, ഫുൾ ബുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ സൈറ്റ് ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പേപ്പറിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നെ റൂമൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി വിചാരിച്ച് അപ്പം കർട്ടനൊക്കെ മാറ്റി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ എന്ത് ചെയ്തു, മേശയൊക്കെ വൃത്തിയാക്കി. ഞങ്ങൾ മൂന്നാൾ ബുക്കും മിക്സൊക്കെ ആയിരുന്നു. പിന്നെ ക്ലാസ്സിൽ നിന്ന് വേറെ ആർക്കൊക്കെ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ച് പിന്നെ അസൈൻമെൻറ്റ് ലെസൺ പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ആ 2 ടേബിളൊന്ന് വൃത്തിയാക്കി വെച്ച് പിന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു. അങ്ങനത്തെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, റൂമൊക്കെ മൊത്തത്തിൽ ഫുഡിൻ്റെ പരിപാടിയൊക്കെ നേരം കഴിഞ്ഞാൽ റൂം വൃത്തിയാക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കണ്ണാടി ഞാൻ തുടക്കിയരിച്ച് ഒരു മിറർ സെൽഫി എടുത്തപ്പം എന്താ പറയുക ഫുൾ പൊടി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കണ്ണാടി വെള്ളമൊക്കെ കൂട്ടി തുടച്ച് അങ്ങനെ കുറേ പ്രാവശ്യം തുടച്ചിട്ടായിട്ടൊന്ന് വൃത്തിയായി കിട്ടിയത്. സംഭവം സെറ്റായി. അത് എന്താ പറയുക ഒന്ന് റെഡിയായി. അപ്പോഴത്തേക്ക് നേരത്തെ ഊറ്റി വെച്ച ചോറൊന്ന് എന്താ പറയുക ചൂടാറുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ പാത്രത്തിലേക്ക് ആക്കി വെച്ച് മാറ്റി വെച്ച്. സാധാരണ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും 1 മണി 2 മണിയൊക്കെ ആവലുണ്ട്. അപ്പം ഇന്ന് നേരത്തെ എണീച്ചതിനെ കൊണ്ട് നേരത്തെ പരിപാടി നോക്കിയതിനെ കൊണ്ട് ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്ക് സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം 1 മണിയൊക്കെ ആകുമ്പോഴേക്ക് ചൂട് തണ്ണി പോലെ വെച്ചിട്ട് ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അതും പിന്നെ ഉള്ളിവാട്ടിയും കാര്യങ്ങളൊക്കെ മാറ്റിയേക്കാൻ വേണ്ടി പാത്രം വേറെ കഴുകി കൊണ്ടുവന്നു. അപ്പം ആ പാത്രങ്ങളൊക്കെ മാറ്റി വെച്ച് പിന്നെ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴുകി ഉണക്കാൻ വേണ്ടി മാറ്റി വെച്ച്. അപ്പോഴത്തേക്ക് കെറ്റിൽ എന്താ പറയുക വേറെ റൂമിലേക്ക് പോയി വന്നും കളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഉള്ളിവാട്ടി പിന്നെ എന്താ പറയുക സോയാബീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടോ. അപ്പോൾ അതും വേണ്ട വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഞങ്ങൾ അലമാരയിലേക്ക് എടുത്ത് വെച്ചു. കാരണം റൂം വൃത്തിയാക്കുമ്പോൾ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ആയിക്കല്ലോ. അപ്പോൾ ഫുൾ എന്താ പറയുക മേലൊക്കെ നല്ല വൃത്തിയായി. മണ്ണാച്ചമലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാറാല എന്ന് പറയും ചിലയിടത്ത്, ഇപ്പം ഞങ്ങളവിടെ മണ്ണാച്ചമല എന്നാണ് പറയുക. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ എന്താ പറയുക ജനലിൽ ഫുള്ള് മുടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും വൃത്തിയാക്കി. മറ്റേ സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് ഫുൾ എന്താ പറയുക ചളിയൊക്കെ ഉണ്ടാവുമല്ലോ, ആ ചളിയൊക്കെ നല്ല വൃത്തി തുടച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്റ്റലിൽ പൊതുവെ എല്ലാ റൂമിലുള്ളതാണ് പാറ്റ. അപ്പോൾ അതിൻ്റെ അടിച്ച് കൊന്നു. പിന്നെ ഫുൾ അടിച്ച് വാരി ഓരോരുത്തർക്ക് ഓരോ ദിവസം ഓരോ പണിയാണ് ഉണ്ടാവുക. അപ്പം ഇന്ന് എനിക്ക് തുടയ്ക്കലായിരുന്നു. അപ്പം 3 ആളെ കൊണ്ട് ഒരാൾ അടിച്ച് വരാനും ബാക്കി 2 ആൾക്കാർ വെള്ളം എടുക്കാനും പോവുക ചെയ്യുക. അപ്പോൾ ഒന്ന് ശരിയാണ് അടിച്ച് വരാൻ, ഞാൻ തുടയ്ക്കാൻ, ആദ്യം വെള്ളം എടുക്കാൻ, അങ്ങനെയൊക്കെയാണ്. പിന്നെ ബെഡൊക്കെ നല്ല എന്താ പറയുക നേരത്തെ വീണ പൊടിയും മണ്ണാശമലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം തുണിയെടുത്ത് നല്ല ബെഡൊക്കെ തുടച്ചു. എല്ലാം എന്താ പറയുക മേശ ബെഡൊക്കെ തുടച്ച് മാറ്റിച്ച്. പിന്നെ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് മറ്റേ കാപ്പിപ്പൊടി പഞ്ചസാര വെള്ളം മറ്റൊരു സാധനമില്ലേ മിക്സാ അതുണ്ടാക്കി. കാരണം ഈ ടാനൊക്കെ അടിച്ചിട്ട് ഭയങ്കര നമുക്കൊരു ഇറിറ്റേഷൻ വരും. അപ്പം അതൊക്കെ എടുത്തിച്ച് റെഡിയാക്കി വെച്ച് പിന്നെ ചൂടുവെള്ളം എടുക്കാൻ പോയി. കാരണം പെഡിക്യൂർ ചെയ്യാൻ വിചാരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പില്ലാണ്ട് നടക്കുമ്പോൾ എന്തായാലും കാലുമ്പോൾ ഫുള്ള് ചളി പിളിയാവല്ലോ. അപ്പം ഈ സൺഡേസിലാണ് ഞങ്ങളിതൊക്കെ ചെയ്യാറ്. അപ്പം മുഖത്ത് കാപ്പിപ്പൊടി തേച്ചു. ഒരുവിധം ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ചെയ്യലുണ്ട്. കുറേ ആയിപ്പോൾ ചെയ്യാണ്ട്. പിന്നെ പെഡിക്യൂർ ചെയ്യാൻ വിചാരിച്ചിട്ടോ. പെഡിക്യൂറിന് പേര് മാത്രമേ ഉള്ളൂ, സാധന സാമഗ്രികളൊന്നും ഇല്ല കാര്യമായിട്ട്. ഞങ്ങൾ ആദ്യം ചെയ്യലുണ്ടായിരുന്നു ചെറുനാരങ്ങ സോപ്പും പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ സോപ്പും പൊടി തീർന്നു, ചെറുനാരങ്ങ തീർന്നു, ഇതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ചൂടുവെള്ളത്തിൽ കാല് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് ഈ കല്ലെടുത്തിട്ട് ഒന്ന് ഉരയ്ക്കും. കാരണം ഈ ചളിയും ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റേ ഉപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് എന്താ പറയുക മിക്സാക്കും. അപ്പോൾ അത് ഉരച്ച് വയ്ക്കുമ്പോൾ നല്ലൊരു സ്ക്രബ് മോഡലും കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ച് നല്ലോണം ഒന്ന് ഉരച്ച് പിന്നെ കാലും നാക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പം പെഡിക്യൂർ എന്ന് പറയുമ്പം ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യുള്ളൂ. അതാണ് ഞങ്ങൾ പെഡിക്യൂർ. ഇനി ടേബിളൊക്കെ വൃത്തിയാക്കി വെച്ച് പിന്നെ ഇത് ഞങ്ങളെ എന്താ പറയുക ഞങ്ങൾ ഏപ്രോണ് യൂണിഫോമൊക്കെ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ്. അത് ബെഡിൻ്റെതും ജനലും കൂടെ ഒരു കമ്പി വെച്ച് കെട്ടിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തുടച്ചപ്പോൾ കുളിക്കാൻ നോക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് വേഗം പോയി നല്ല വൃത്തിക്ക് തുടച്ചു. കുറച്ച് തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി കുളിച്ച്. അതിനിടയ്ക്ക് എൻ്റെ കഴുത്തിൽ പൊതുവേ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സാധനമാണ് ഈ കഴുത്തിലൊരു ചളി മോഡലൊരു സാധനം വരും. അത് പോകാൻ വേണ്ടിയിട്ട് ചില സമയത്ത് നമ്മൾ ഉരച്ച് കഴിക്കലോ പോകണമെന്നില്ല. അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ട് നല്ലോണം ഉരയ്ക്കാം. നല്ലോണം ഉരച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു തുണി വെച്ചാൽ തുടച്ചാൽ ആ സാധനം അങ്ങ് പോകും. ഈ ചില ടൈമിൽ നമുക്ക് എന്താ പറയുക തേച്ച് വരച്ച് കുളിച്ചാലും അത് പോകണമെന്നില്ല. അപ്പോൾ ഈ ചെവീൻ്റെ ബാക്കിൽ ചെവീൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ചെറിയ സ്ഥലത്ത് ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നല്ലോണം ഉരച്ചിട്ട് തുണി വെച്ച് തുടച്ചാൽ അത് പോകും. അപ്പം അത് നല്ലൊരു ഞാനിത് ഇവിടെ വന്നതിൻ്റെ ശേഷം കേട്ടോ ഞാനിത് അറിഞ്ഞത്. അതിന് മുന്നേ എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു അറിവൊന്നുമില്ലേ. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഓരോരോ ട്രിക്കൊക്കെ പരീക്ഷിച്ചത്. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ തൊട്ട് കുളിക്കാൻ പോകുന്ന പരിപാടിയിലാണ്. അപ്പോൾ 1 മണി ആവാനായി. അപ്പോൾ 10 മണിക്ക് കഴിഞ്ഞ ചോറും പരിപാടികളൊക്കെയാണ്. എന്തെങ്കിലൊന്ന് നേരത്തെ ഫുഡ് കഴിക്കാൻ നോക്കുമ്പോഴേക്ക് സമയം 1 മണി കഴിയാനായി. അപ്പോൾ വേഗം പോയി കുളിച്ച് വന്ന് അപ്പോൾ ചോറൊക്കെ റെഡിയാണ്. സോയാബീൻ ഉള്ളിവാട്ടിയും ചോറും കൂടെയാണ്. അപ്പം നല്ല രസമുണ്ട് സോയാബീൻ ഫ്രൈ ഒക്കെ. ഞങ്ങൾ ആദ്യം വിചാരിച്ച് കെറ്റിൽ മൊരിയുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല, മൊരിഞ്ഞ് വന്നു.
അങ്ങനെ മുടിയൊക്കെ ഉണക്കി ജസ്റ്റ് എന്താ അടുത്ത കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ സൺഡേ എന്നൊക്കെ പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പം പക്ഷേ നാളെ തിങ്കളാഴ്ച 3 എക്സാം ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി പഠിക്കാൻ നോക്കിയിട്ടൊന്നുമില്ല, രാത്രി പഠിക്കാൻ വെച്ച് കുത്തിരിക്കുകയാണ്. പിന്നെ പക്ഷേ ഉറക്കം വന്നില്ല കേട്ടോ കിടന്നിട്ട്. അങ്ങനെ ബാൽക്കണി പോയിരുന്നപ്പം നല്ല മഴക്കാറുണ്ടായിരുന്നു. 2 മിനിറ്റ് ആകുമ്പോഴേക്ക് പൊരിഞ്ഞ മഴ. അതും കണ്ട് അവിടെ ഇങ്ങനെ എന്താ കുറച്ച് മഴയൊക്കെ ആസ്വദിച്ച്. അപ്പോൾ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് തന്നെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് ആദ്യം ഒരു പ്രാവശ്യം വായിച്ച് കഴിഞ്ഞാണ്. പക്ഷേ അതിനോട് എന്താ പറയുക, ഭയങ്കര ഒരു ക്രേസ്, നല്ലൊരു രസമുള്ള എന്തായിരുന്നു, നല്ല കഥയാണ്. അത് വായിച്ചവർക്ക് അറിയാം, നല്ലൊരു കഥയാണ്. അപ്പോൾ അത് ഒന്നുകൂടി എന്തോ പകുതി വെച്ച് വായിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി അതൊക്കെ വായിച്ച് അപ്പോഴേക്ക് സമയം ഏറെക്കുറെ രാത്രി ആയിക്കിട്ടോ. അപ്പോൾ വിശക്കാനുള്ള തന്ത്രപ്പാടിലാണ്, വിശപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്ത്. അപ്പോൾ മസാല ദോശ വരുമ്പോഴേക്ക് കോഫി ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പം ആദ്യം ബ്ലാക്ക് കോഫി ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് പാലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാലും കൂടെ ആഡ് ചെയ്തപ്പോൾ ഞങ്ങൾ ഭയങ്കര ആറ്റി ഭയങ്കര മോഡേൺ ആക്കി സംഭവം സെറ്റാക്കി. രസക്കുറവൊന്നും ഇല്ലേനും, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അപ്പോഴത്തേക്ക് മസാല ദോശ വന്ന് അതിൻ്റെ അപ്പുറം കോഫിയും കൂട്ടി മസാല ദോശയും കോഫിയും അടിച്ചു. പക്ഷേ ഞാൻ ഫുൾ കോഫി കുടിച്ചില്ല കേട്ടോ. എനിക്ക് ഈ കോഫി ചായ എന്ന് പറഞ്ഞ സാധനത്തിനോട് അത്ര വലിയ താല്പര്യമില്ലാത്തതിനെ കൊണ്ട് ഞാൻ ബാക്കി ആദ്യൻ്റെയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തു. ബാക്കി ഓളാണ് കുടിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു. ഹലോ ഗായ്സ്, നൈറ്റ് ഞാൻ പറഞ്ഞില്ല ഉണ്ടാകുന്നത്, ഞാൻ പറയുന്നില്ല പേടിക്കണ്ടേ ആടി. ഞാൻ ആദ്യം ഓടും. അപ്പോൾ ഓക്കെ, ബൈ.